എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം 2025 വർഷം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ള വർഷഫലമാണ് നമ്മൾ നോക്കുന്നത്. Eight of Cups, High Priestess, Three of Wands, Two of Pentacles, Ace of Cups, King of Cups, Six of Swords, Page of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം പല കാര്യങ്ങൾക്കും ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. ഒത്തിരി അതായത് ആദ്യം തന്നെ പറയുകയാണ് എങ്കിൽ 8 ഓഫ് കപ്സ് എനർജിയാണ്. 8 ഓഫ് കപ്സ് എനർജി നിങ്ങൾ ജീവിതത്തിൽ കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇത് ഇനി മുതൽ ഇത് വേണ്ട അല്ലെങ്കിൽ ഇത് നിർത്തണം എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ പലതും നിർത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചില സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ നിങ്ങൾ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എക്സസൈസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു അടുക്കും ചിട്ടയും ജീവിതത്തിൽ കൊണ്ടുവരാൻ തുടങ്ങുന്നുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ ദുസ്വഭാവം അല്ലെങ്കിൽ അവിടെ അടുക്കും ചിട്ടയും ഇല്ലാത്തൊരു ജീവിതമാണ് നിങ്ങളിപ്പോൾ നയിക്കുന്നതെങ്കിൽ അതൊക്കെ വിട്ട് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ അടുക്കും ചിട്ടയോടും കൂടിയിട്ടുള്ളൊരു ജീവിതം നിങ്ങൾ നയിക്കാൻ തുടങ്ങുകയാണ്. എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പൊതുവിൽ നിങ്ങൾക്ക് ഒന്നിനും സമയം തികയാതിരുന്ന വർഷങ്ങളായിരുന്നു ഇതിനു മുമ്പെങ്കിൽ ഈ ഒരു വർഷത്തിന് നിങ്ങൾക്ക് എല്ലാം സമയം തികയുന്നു എന്നുള്ളതല്ല. കാരണം നിങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഇന്നതെന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ ചില ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ളത്, അതുകൊണ്ട് ആ ഒരു ബന്ധങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് ഫീൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരുന്ന ബന്ധങ്ങളല്ല, മറിച്ച് നിങ്ങൾ എന്നും പരാധീനതകളും പരിഭവങ്ങളും പറയുന്ന അല്ലെങ്കിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ. വേണ്ടാത്തതൊന്നും തന്നെ നിങ്ങൾ 2025 കടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വേണ്ട എന്നുള്ള കാര്യങ്ങൾ പലതും വഴിയിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. റിലീസിംഗ് ആണ്. പുതിയൊരു ജീവിതം അല്ലെങ്കിൽ പുതിയൊരു റിയാലിറ്റിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ പഴയത് പലതും കളയേണ്ട പല കാര്യങ്ങളും ജീവിതത്തിൽ കളഞ്ഞ് മുന്നോട്ടേക്ക്, അതായത് ജീവിതത്തിൽ ഏറ്റവും സ്വയം നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. ഇതുവരെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്ന ഒരു വർഷം എന്ന് തന്നെ പറയാം. ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ വികാരങ്ങൾ, അതായത് സ്നേഹം എന്ന് പറയുന്ന ത്യാഗമാണെന്നുള്ളൊരു ചിന്തയിൽ നിന്ന് മാറി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ പലരിൽ നിന്നും ചിലപ്പോൾ പഴിയോ കാര്യങ്ങളോ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ജീവിക്കുക. അവർക്ക് സങ്കടം വരണ്ട അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഫീൽ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവരുടെ ഇഷ്ടത്തിനൊക്കെ ഇതുവരെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും അതിനി എൻ്റെ കുറ്റമാണോ എന്ന് ചിന്തിച്ചു വീണ്ടും ആ ഒരു ബന്ധത്തിലേക്ക് തിരിച്ചു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തെറ്റ് ഈ ഒരു വർഷം നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങളുടെ വഴിയേ ആണ് പോകുന്നത്. കാരണം നിങ്ങൾ ഒത്തിരി ശ്രമങ്ങൾ നടത്തിയിട്ടും ഒരു ബന്ധം നിലനിൽക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു തെറ്റായിട്ട് കാണാതെ ജീവിതത്തിൽ ഓരോ വ്യക്തികളും ഓരോ സ്വഭാവമായിരിക്കും. ആ വ്യക്തികളുമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചേർന്ന് പോകാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവർ വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ചേർന്ന് അവരുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുമായിട്ട് ചേർന്ന് പോകുന്ന ആളുകളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. വികാരത്തിന് അടിമപ്പെട്ടിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് മാറ്റം ഉണ്ടാവുന്നുണ്ട് പലർക്കും. അതായത് ഏത് തരത്തിലുള്ള വികാരമാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും പറയുന്നവരാണ് അല്ലെങ്കിൽ സങ്കടത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും പറയുന്നവരാണ്, ഇങ്ങനെയൊക്കെ ഉള്ളവരിൽ നിന്ന് സങ്കടവും ദേഷ്യവും അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ വികാരങ്ങൾ എപ്പോഴും പ്രകടിപ്പിക്കുന്ന ഒരു രീതിയല്ല. അത് പ്രകടിപ്പിക്കേണ്ടുന്ന ആളുകളുടെ അടുത്ത് പ്രത്യേക സാഹചര്യത്തിൽ ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങളുടെ വികാരങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഹൈ പ്രീസ്റ്റേഴ്സ് എനർജി ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ ഇമോഷൻസും അതായത് സ്പിരിച്വാലിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നല്ലൊരു
ഒരു ശരിക്കും പറഞ്ഞ ഒരു ടാരോ റീഡർ എനർജി കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളിൽ ചില ആളുകൾ എന്താണ് അസ്ട്രോളജി പഠിക്കാൻ പോകുന്ന, അതായത് നിഗൂഢ ശാസ്ത്രങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടാവും. അസ്ട്രോളജി, ടാരറ്റ് റീഡിങ്ങോ മറ്റെന്തെങ്കിലും തരത്തിൽ ക്രിസ്റ്റൽ റേക്കി ഹീലിംഗ് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ ആത്മീയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള തരത്തിലുള്ള ജ്യോതിഷമോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ മെഡിറ്റേഷനൊക്കെ ഇടയ്ക്ക് ചെയ്തിരുന്ന ആളുകളാണ്, കുറച്ച് നാളായിട്ട് അതൊന്നും ഇല്ലാത്തവർ 2025 കടക്കുമ്പോൾ നിങ്ങൾ തിരിച്ചു വീണ്ടും യോഗ, ധ്യാനത്തിലേക്ക് ഏർപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ നിങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിന് തൃപ്തിയുള്ളൊരു വർഷമായിരിക്കും ഈ ഒരു വർഷം എന്ന് തന്നെ പറയാം. എല്ലാ അർത്ഥത്തിലും പോസിറ്റീവ് കാർഡ്സ് മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ച്. കാരണം നിങ്ങൾ നെഗറ്റിവിറ്റി ഒക്കെ വിട്ടിട്ടാണ് നിങ്ങൾ പോകുന്നത്. ആകെ ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ നെഗറ്റിവിറ്റി വിട്ടിട്ട് പോകും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ചീത്ത ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾ, നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾ പലരെയും നിങ്ങൾ വിട്ടിട്ട് അങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ടെങ്കിൽ, അത് ചില ആളുകൾ കള്ളു കുടിക്കുന്ന സ്വഭാവം, ഇപ്പോൾ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളോ സ്മോക്കിംഗ് ഒക്കെ ഉള്ളവർ, അതൊക്കെ നിർത്തുന്ന ഒരു തീരുമാനം, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അത് വളരെയധികം കുറയ്ക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് വരുന്നുണ്ട്. അതേപോലെ വലിയ ഹയർ പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം, ഒരു എംപറർ എനർജി ഉണ്ട്. രാജയോഗമൊക്കെ ജാതകത്തിൽ എഴുതിയിട്ടുള്ളവർക്കൊക്കെ അതൊക്കെ ഈ ഒരു വർഷം അനുഭവിക്കാൻ പറ്റും. ഒത്തിരി യാത്രകൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ലോകം കാണാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷം. അതുപോലെ തന്നെ പല പല തരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നൊരു വർഷം കൂടിയിട്ടാണ് ഈ ഒരു വർഷം. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ഇതുവരെ പുറകിലോട്ട് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റാത്തത്, അതിലൊക്കെ നിങ്ങളിങ്ങനെ മുന്നേറാൻ തുടങ്ങുകയാണ്. അതേപോലെ പ്രത്യേകിച്ച് ഒരു കാര്യം, അതായത് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു തരത്തിലും നിങ്ങളെ തകർക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ വികാരത്തിന് അടിമപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നവരായിരുന്നു എങ്കിൽ അതൊന്നും നിങ്ങളിപ്പോൾ ചെയ്യുന്നില്ല. കാരണം നിങ്ങളെല്ലാം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ടാണ്, തീരെ അപ്രതീക്ഷിതമായിട്ട്, അല്ലെങ്കിൽ അതായത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് മുതലെടുക്കാൻ ആളുകൾ ശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ആളുകൾക്ക്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു അതായത് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഉള്ളതോടൊപ്പം തന്നെ ആളുകളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവും ഈ ഒരു സമയത്ത് കാണിക്കുന്നു എന്നുള്ളതാണ്. 3 of Wands എനർജി ആൻഡ് 6 of Swords എനർജിയാണ്. വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള അവസരം കാണിക്കുന്നുണ്ട്. 3 of Wands എനർജി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന, കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഏതൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും. നിങ്ങൾ കാത്തിരുന്ന കാര്യം, ചിലപ്പോൾ എന്തെങ്കിലും വിസ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറി പാർക്കുന്നതാവാം. നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷം, പ്രത്യേകിച്ച് ആദ്യ ഭാഗത്തിൽ തന്നെ ഈ ഒരു വർഷം തുടങ്ങുന്ന സമയത്ത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് സമയങ്ങളിൽ നിങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം സാധിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ലക്കി ബ്രേക്ക് ആയിരിക്കും ഈ ഒരു തുടക്കത്തിലുള്ള ആദ്യ 3 മാസങ്ങൾ പ്രത്യേകിച്ച്. അത് കഴിഞ്ഞുള്ള മാസങ്ങൾ നല്ലതാണ്, പക്ഷേ ഈ ഒരു സമയം വളരെ നല്ലതാണ്. ഒരു തീരെ പ്രതീക്ഷിക്കാത്ത പുതിയ ബന്ധങ്ങൾ, പുതിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ വിദേശ രാജ്യത്തേക്ക് കുടിയേറി പാർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അപ്പോൾ വിദേശത്തേക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോയിട്ട് മറ്റൊരു ലോകം കാണാൻ, അല്ലെങ്കിൽ മറ്റൊരു ദേശത്തേക്ക് പോയിട്ട് താമസിക്കാനൊക്കെ ഉള്ളൊരു അവസരം കാണിക്കുന്നുണ്ട്. ഇമിഗ്രേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ്. മറ്റേതെങ്കിലും രാജ്യത്തേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ഒരു വർഷത്തിൽ വളരെ നല്ലതായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 of Pentacles എനർജി ആൻഡ് Page of Pentacles എനർജിയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ചില ആളുകളിപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ളൊരു ഇൻകം സോഴ്സ്, മറ്റെന്തെങ്കിലും ബിസിനസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അടുത്ത ഈ ഒരു 2024 നിങ്ങൾ കുറച്ച് ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ നിങ്ങൾ തിരിച്ച് ആ ഒരു ഇക്വിലിബ്രിയം, ബാലൻസ് ജീവിതത്തിലേക്ക് കൊണ്ടുവരാണ്. ബാലൻസ് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജോലിയിൽ പ്രൊമോഷൻ കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ജോലി ചെയ്യുന്ന ചില ആളുകളെ സംബന്ധിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിനുള്ളൊരു സിറ്റുവേഷനും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ജോലി ഉണ്ടാവും, അതോടൊപ്പം തന്നെ ബിസിനസ്സും നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ 2 വരുമാന മാർഗ്ഗങ്ങൾ ഒരേ സമയം നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഇൻഫിനിറ്റിയാണ് കാണിക്കുക. അതായത്
നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഇരട്ടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഒത്തിരി ഉയരത്തിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. ആ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. മെറ്റീരിയൽ അബണ്ടൻസ് ആൻഡ് സ്പിരിച്വൽ അബണ്ടൻസ് ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ട്. അതായത് സാമ്പത്തികമായിട്ടും ജോലി സംബന്ധമായിട്ടും സമൃദ്ധിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ ഒരു വർഷം തുടങ്ങുന്നതിനെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് ഒത്തിരി സംതൃപ്തിയോട് കൂടിയിട്ട് തുടങ്ങുകയാണ്. ഈ ഒരു വർഷം നിങ്ങൾ അവസാനിക്കുന്നത് നിങ്ങൾ വളരെയധികം മെച്യൂറായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ വളരെ നല്ലൊരു രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, വികാരത്തിന് അടിമപ്പെടാതെ. അപ്പം അതുകൊണ്ട് തന്നെ വികാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സംതൃപ്തി, മാനസികമായിട്ടുള്ള കാര്യങ്ങളിൽ, അതേപോലെ തന്നെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികം, എല്ലാത്തിലും ഒരു പോസിറ്റിവിറ്റിയാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഈ ഒരു എനർജി നിങ്ങൾ ഈ ഒരു വർഷം വേറെ എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് പോകാം. ഓൾറെഡി ഒരു ബിസിനസ് ഉള്ള ഒരാളാണെങ്കിൽ മറ്റൊരു ഒരു ബിസിനസ്സിലേക്ക് പോകുന്ന പുതിയ ഓപ്പർച്യൂണിറ്റി, പുതിയ സാഹചര്യങ്ങൾ, ന്യൂ കണക്ഷൻസ്, ബന്ധങ്ങളിലാണെങ്കിലും പഴയ ചില ബന്ധങ്ങൾ, നിങ്ങൾക്ക് നല്ലത് ചെയ്യാത്ത ചില ബന്ധങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തെ പാടെ മറിക്കുന്ന ഒരു മാജിക്കാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.